ഒരു ബാലൻസ് ന്യൂട്രീഷനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ബാലൻസ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള കാലറീസ് ഫാറ്റിൽ നിന്നും കാർബോഹൈഡ്രേറ്റിൽ നിന്നും ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും നമുക്ക് ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടതായിട്ടുള്ള അളവിൽ എടുക്കുന്നതാണ് ബാലൻസ് ഡയറ്റായിട്ട് നമ്മൾ പറയുന്നത്. അതിനോട് അനുബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മറക്കാത്തതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പ്രത്യേകിച്ചും എല്ലിൻ്റെ വളർച്ചയ്ക്കായിട്ട് കാൽഷ്യം, ശരീരത്തിൽ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ആവശ്യത്തിനായിട്ട് അയണ്, സിങ്ക്, പൊട്ടാഷ്യം എന്നിവ ഒക്കെ നമ്മൾ നമ്മുടെ ആഹാരത്തിനകത്ത് ആവശ്യത്തിനുള്ള അളവിൽ ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. നമ്മളൊരു ജനിച്ച കുട്ടിയിൽ നോക്കുകയാണെങ്കിൽ മുലപ്പാലാണ് ആഹാരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്രോതസ്സ്. അതിനകത്ത് ആവശ്യത്തിനുള്ള കുട്ടിക്ക് എല്ലാ ന്യൂട്രീഷണൽ എലിമെൻസും ഉൾക്കൊണ്ടിട്ടുള്ളതാണെന്നുള്ളതാണ് ബ്രസ്റ്റ് ഫീഡിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കുഞ്ഞിന് ആവശ്യത്തിനുള്ള വളർച്ചയ്ക്ക് ആൻഡ് ബുദ്ധി വികസനത്തിന് വേണ്ടിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നതിൻ്റെ കൂടാതെ ഒരു നോർമൽ ഇമ്മ്യൂണിറ്റിക്ക് പോലും നമ്മുടെ ബ്രസ്റ്റ് ഫീഡിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം വരെ നമ്മൾ പറയുന്നതിന് ബ്രസ്റ്റ് ഫീഡ് മാത്രം മതി കുട്ടിക്ക് വളർച്ചയ്ക്ക്. അതിനപ്പുറം ആയ പ്രായത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ ആഹാരത്തിൻ്റെ ക്രമത്തിനോട്ട് കുട്ടിയെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിങ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പുറമേയുള്ള പാൽ കൊടുക്കാനല്ല ആഗ്രഹിക്കുന്നത്. അതിനെ നമ്മൾ പകരം നമ്മൾ വീട്ടിൽ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു ലളിതമായ ഫോമിൽ നമ്മൾ തുടങ്ങാനും അതിനെ നമ്മൾ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്സ്ചേഴ്സും ടേസ്റ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിർബന്ധമായിട്ടും വീട്ടിൽ ഉള്ള ആഹാരത്തിൻ്റെ ക്രമത്തിലോട്ട് നമ്മൾ കുട്ടിയെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ബോട്ടിൽ ഫീഡിങ് അതിനൊരു ഓൾട്ടർനേറ്റീവ് അല്ല. നമ്മൾ ബോട്ടിൽ ഒരു ഇൻഫെക്ഷൻ്റെ സോഴ്സായിട്ടാണ് കാണുന്നത്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ മറ്റ് സാധനങ്ങളായിട്ട് കൊമേഴ്ഷ്യലി അവൈലബിൾ പാക്കറ്റ്സും ഒക്കെ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറും പരിപ്പും നമ്മൾ പച്ചക്കറി ആഹാരത്തിനകത്ത് ഉപയോഗിക്കുന്ന വെജിറ്റേറിയൻ ആഹാരം നമ്മൾ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. 8-9 മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് കുട്ടി നോർമലായിട്ട് വായിലോട്ട് കൈ കൊണ്ടുപോകുന്ന ഒരു പ്രായത്തിൽ നമ്മൾ ആ കുട്ടിക്ക് ആഹാരത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ കൂടുതൽ വായിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞ് കഴിക്കുകയും വളരാനായിട്ട് കൊച്ചിന് വളർച്ചയ്ക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ പല സമയത്തായിട്ട് എനർജി ഡെൻസായിട്ട് നമ്മൾ കൊടുക്കാനായിട്ടാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ കുട്ടിയും കുഞ്ഞിന് ആ സമയത്തിരുന്ന് കഴിക്കാനായിട്ട് നമ്മൾ ഇരുത്തണം. കുട്ടി ആ സമയത്ത് മറ്റുള്ളവരുടെ അനുകരിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രത്യേക സമയമായിട്ട് കൊച്ചിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാതെ നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ കുട്ടിയെയും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ വളർച്ച റാപ്പിഡായിട്ട് നടക്കുന്ന സമയത്ത് മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെയിറ്റ് കൂടാതെയും വളർച്ച കൂടാതെയും ഉള്ള കുട്ടികൾ അധികമുണ്ട് ഇന്ത്യയിലും വേൾഡിലും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കേരളത്തിൽ അത്രയും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഡെഫിനറ്റ്ലി സർക്കാർ അതിനകത്ത് ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ സ്കൂൾ ഗോയിങ് ഏജിൽ കുട്ടികൾക്ക് ആഹാരം എത്തിക്കുകയും അംഗൻവാടികളിലും ഒക്കെ ആഹാരം കൊച്ചിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ഡീവേമിങ്ങും അയൺ സപ്ലിമെൻറ്റേഷനും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. കുഞ്ഞിന് ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കിട്ടുന്നത് നമ്മുടെ നോർമൽ ആഹാരത്തിനകത്തൊന്നും അല്ലാതെ കോള, ഫാസ്റ്റ് ഫുഡ് ഇത്യാദി നമ്മൾ തുടങ്ങാതെ ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. കുട്ടികൾക്ക് ചായ കൊടുക്കുന്നതും ന്യൂട്രീഷണലി ആവശ്യത്തിനുള്ള തത്വങ്ങൾ ഡിറൈവ് ചെയ്യാനായിട്ട് ശരീരത്തിൽ നിന്ന് എടുക്കാനായിട്ട് കുട്ടിക്ക് പ്രയാസം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കരുതെന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. നോർമലായിട്ട് നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ആഹാരം കഴിച്ച് വളരുന്നൊരു കുട്ടി ഹെൽത്തി ആയിട്ട് വളരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചില ന്യൂട്രീഷണൽ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് തുടക്കം തൊട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടി വളർന്ന് നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ഇൻ്റലിജൻറ്റ് കുട്ടിയായിട്ട് വളർന്നു വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആ ഒരു അടിത്തറ നമ്മൾ ഇട്ട് കൊടുക്കുകയും അതൊരു ഫുഡ് ഹാബിറ്റായിട്ട് കുട്ടി മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ട്. പൊണ്ണത്തടി അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലും ഒബെസിറ്റി അല്ലെ അമിതവണ്ണം ഒക്കെ നമുക്ക് കാണുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ എംപ്റ്റി കാലറി ആയിട്ടുള്ള
കോളാസ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുട്ടിക്ക് കൊടുക്കാതെ കുഞ്ഞിനെ വളർത്തുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളുടെ കുട്ടികളെയും നമ്മളെയും ന്യൂട്രീഷണലി നല്ല രീതിയിൽ ഉള്ള ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ ഒരു ഹാബിറ്റാക്കി വളർത്തുക. താങ്ക് യു.